വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് രാജ്യത്ത് തുടക്കമാവുകയാണ്. കേരളമടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ SIR നടക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു തുടങ്ങി. കേരളത്തിനു പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഗോവ സംസ്ഥാനങ്ങളിലും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് SIRന് തുടക്കം കുറിച്ചത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷമാദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് SIR നടപടികൾ ആരംഭിച്ചത്. ഇതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിനെ SIRൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അസമിനായി പ്രത്യേക ഉത്തരവിറക്കുമെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അസമിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പൗരത്വ പരിശോധനാ പ്രക്രിയയും നടന്നുവരികയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ബൂത്ത് തല ഓഫീസർമാർ വീടുകൾ കയറി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു തുടങ്ങി. ഡിസംബർ 4 വരെയാണ് BLOമാർ ഫോം വിതരണം ചെയ്യുക. BLOമാർ വിതരണം ചെയ്യുന്ന ഫോം വോട്ടർമാർ 2003 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പേരുകളുണ്ടോ എന്ന് ഉറപ്പാക്കണം. പേരുകൾ ഉണ്ടെങ്കിൽ വോട്ടർമാർ മറ്റ് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. കേരളത്തിൽ അവസാനമായി SIR നടന്ന 2002 വോട്ടർ പട്ടിക ആധാരമാക്കിയാണ് പരിഷ്കരണം. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന 12 രേഖകളിലൊന്ന് സമർപ്പിച്ചാൽ മാത്രമേ വോട്ടവകാശം പുനഃസ്ഥാപിക്കുകയുള്ളൂ. ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. തുടർന്ന് 1 മാസം കരട് പട്ടികയ്ക്ക് മേൽ ആക്ഷേപങ്ങളും പരാതികളും ബോധിപ്പിക്കാം. 3 മാസം നീളുന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയ അടുത്ത വർഷം ഫെബ്രുവരി 7 പൂർത്തിയാകും. ജനം, ഡൽഹി.